ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ് ഇന്ന് തിരുസഭ വചനധ്യാനത്തിനായി നൽകിയിരിക്കുക. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലായിരിക്കുമ്പോൾ ഗലീലയ്ക്ക് മധ്യേ വെച്ച് 10 കുഷ്ഠരോഗികൾ യേശുവിനെതിരായി വന്നു. അവർ യേശുവിനോടത്ത് നിലവിളിക്കുന്നു, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. യേശു ഉടനെ തന്നെ അവരെ പുരോഹിതരുടെ അടുക്കിലേക്ക് പോകുവാനും സാക്ഷ്യപ്പെടുത്തുവാനും ആവശ്യപ്പെട്ടു. അവർ പുരോഹിതൻ്റെ അടുക്കിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. എന്നാൽ താൻ രോഗമുക്തനായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ തിരികെ യേശുവിനെ അന്വേഷിച്ചു പോയി. അദ്ദേഹം ഒരു സമരിയാക്കാരനായിരുന്നു, വിജാതീയനായിരുന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് നന്ദി അർപ്പിച്ചപ്പോൾ യേശു ചോദിച്ച ചോദ്യമുണ്ട്, 10 പേരല്ലേ സൗഖ്യം പ്രാപിച്ചത്? 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും സ്വന്തമാക്കുവാൻ സാധ്യമാകും. നാം ഈ ഭൂമിയിൽ നമ്മോടും നമ്മുടെ പ്രപഞ്ചത്തോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ മക്കളോടും ദൈവത്തോട് ഒരുപോലെ നന്ദിയുള്ളവരായിരിക്കണം. അനേകരുടെ സാന്നിധ്യവും ഇടപെടലും പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് ഓരോ ദിവസവും നാം നയിക്കപ്പെടുക. ഓരോ ദിവസവും നാം എത്രമാത്രം പേരുടെ സഹായം സ്വീകരിച്ചു എന്ന് ചിന്തിച്ചാൽ ഒരു ദിനം കൊണ്ട് തീർക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം നന്ദിയുടെ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അനേകരുടെ ഇടപെടലും പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് നമ്മെ ഓരോ ദിവസവും ധന്യമാക്കുക. യേശുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയായ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ സൗഖ്യം കൂടി സ്വന്തമാക്കിയാണ് തിരികെ പോയത്. മറ്റെല്ലാവർക്കും ഒരു ശാരീരിക സൗഖ്യം മാത്രം ലഭിച്ചപ്പോൾ, ഒരു തൊലിപ്പുറത്തുള്ള ഒരു ഫിസിക്കൽ ഹീലിംഗ് മാത്രം ലഭിച്ചപ്പോൾ, ക്രിസ്തുവിന് നന്ദി അർപ്പിക്കുവാൻ തിരികെ വന്ന കുഷ്ഠരോഗിക്കാകട്ടെ ഒരു ആന്തരികവും ആധ്യാത്മികവുമായ ഒരു സൗഖ്യം കൂടി ലഭിക്കുന്നുണ്ട്. അത് നിത്യമായ ഒരു ആശ്വാസമാണ്. ആ ഒരു കൃപ അവനിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നാം ദൈവത്തോട് നന്ദിയുള്ളവരാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹമാണത്. നമുക്ക് ഒരു ആന്തരിക സൗഖ്യം കൂടി ലഭ്യമാകുവാൻ നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ അനുഗ്രഹം വർദ്ധിക്കുകയും ജീവിതത്തിൽ വലിയ കൃപകൾ കൊണ്ട് നിറയുകയും ചെയ്യും. ഓരോ പ്രഭാതവും നന്ദിയോടുകൂടി ഉണരുവാനും ഓരോ സന്ധ്യയിലും നന്ദി പറഞ്ഞു ഉറങ്ങുവാനും നമുക്ക് സാധ്യമാകട്ടെ. സ്വർഗം നൽകിയ നന്മകൾക്ക് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അർഹതയില്ലാത്ത ഒരുപിടി ദാനങ്ങളും കൃപകളും സ്വീകരിച്ച് നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോഴാണ് നാം സ്വീകരിച്ച കൃപാവരങ്ങൾക്ക് അർത്ഥമുണ്ടാവുക. ലഭിക്കാത്തവയെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ എത്രയോ മേന്മയാണ് ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തോടും മനുഷ്യരോടും കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കുവാനും നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ട ആത്മീയ കൃപയ്ക്കായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.